ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി ലൈഫിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു കണ്ണാടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് കണ്ണാടി എന്ന് പറയുന്നത് അല്ലേ. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കൊരു മിഡിലൊക്കെ ഏജൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇതുപോലെ കണ്ണാടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ മൊബൈൽ നോക്കുകയും ടി വി കാണുകയും ഒക്കെ ചെയ്യുന്നത് കാരണം ഒരുപാട് കൊച്ചുകുട്ടികൾക്കും ഇപ്പോൾ ഇതുപോലെ കണ്ണാടി യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിത് ഡെയിലി യൂസ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലാവ് പിടിച്ചോ അതുപോലെ അഴുക്ക് പിടിച്ചോ ഒക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വീഴാറുണ്ട്. അപ്പോൾ അതെല്ലാം പോയി നല്ല പുതുപുത്തനായിട്ട് എന്നും ഇരിക്കാനും നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു പോറലോ വല്ലതും വീണ് കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ണാടി വെച്ച് നോക്കാൻ വലിയൊരു നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെല്ലാം മാറാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫസ്റ്റിൽ നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗ്ലാസ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് നമ്മളിതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിന്ന് എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പിന്നെ കുറച്ച് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബഡ്സ് എടുത്തിട്ടുണ്ട്. ബഡ്സിലേക്ക് ഞാനിവിടെ കുറച്ച് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. കഴിവതും നിങ്ങൾ കോൾഗേറ്റിൻ്റെ വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കാൻ നോക്കണം. എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസിൻ്റെ അകത്തും പുറത്തും എല്ലാം ഒന്ന് കുറേശ്ശെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ഇവിടെ എല്ലാം നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. 2 സൈഡിലും ഗ്ലാസിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഒക്കെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, കുറച്ച് വെള്ളം കൂടെ മുക്കിയതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡും എല്ലാം നമുക്ക് ഈ ഒരു ബഡ്സിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് എല്ലായിടവും ഒന്ന് നമുക്കൊന്ന് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ എപ്പോഴും അഴുക്കുണ്ടാകുന്ന ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗത്തൊക്കെ നമുക്കൊന്ന് പേസ്റ്റ് തേച്ച് കൊടുക്കാം. ഇനി ഒരു അര മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റോളം മാത്രം മതി നമുക്ക്. അതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ എല്ലാ സൈഡിലും പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് മുക്കി കൊടുക്കാം. മുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലൊക്കെ നമുക്ക് ഈ ഒരു കണ്ണാടിയുടെ കവറിൻ്റെ കൂടെ നമുക്ക് ചിലപ്പോൾ ഇതുപോലൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ വേറെ ഏതെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള പേപ്പർ എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ പേസ്റ്റ് തേച്ച 2 സൈഡും നമുക്ക് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പേസ്റ്റ് ഇട്ട് ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയ തീരെ കുഞ്ഞായിട്ടുള്ള ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി നല്ല കണ്ണാടി ക്ലിയർ ആയിട്ട് അഴുക്കൊക്കെ പോയി ചില കണ്ണാടിയിലെ ക്ലാവൊക്കെ പിടിക്കും. അങ്ങനെയുള്ളതൊക്കെ പോയി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ എന്ത് ക്ലീൻ ആയിട്ടുണ്ട് കണ്ണാടി. അതിന് ശേഷം ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് നിങ്ങൾ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും, നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ചീപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മുടിയൊക്കെ തലയൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഈ ചീപ്പ് പെട്ടെന്ന് ഇതുപോലെ അഴുക്കായി പോകാറുണ്ട്. നമ്മൾ സോപ്പൊക്കെ ഇട്ട് കഴുകിയാലും ഈ ഒരു അഴുക്ക് പോയില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചീപ്പ് നനയ്ക്കാതെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒന്നാണ് പൗഡർ എന്ന് പറയുന്നത്. കുറച്ച് പൗഡർ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലീൻ ചെയ്യാനായിട്ട് ഫുള്ള് നമ്മൾ ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുക. പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ പഴയ ഒരു ടൂത്ത് ബ്രഷൊക്കെ കാണുമല്ലോ, ബ്രഷ് ഉണ്ടെങ്കിൽ പഴയ ഒരു ബ്രഷ് എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മളൊരു പേപ്പറോ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അഴുക്ക് ഫുള്ളും നമുക്കിനി ഈ ഒരു ചീപ്പിൽ നിന്നും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഗോതമ്പ് പൊടി കാണും. ആ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടും നമുക്ക് സെയിം ഇതേപോലൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. ഗോതമ്പ് പൊടി ആണെങ്കിലും പൗഡർ ആണെങ്കിലും ഇതുപോലൊക്കെ അഴുക്ക് കുറേശ്ശെ ഇളകി വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ
ഇത് ഒരുപാട് നാളായി നമ്മൾ എടുക്കാതെ വെച്ചിരുന്ന ഒരു ചീപ്പാണ്. അതാണ് ഇത്രയും താമസം പോവാൻ. എങ്കിലും ഇത്രയും അഴുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ഡൈ ചെയ്തിട്ട് മുടി ചീകുന്ന സമയത്ത് ഡൈ പറ്റി ഉണങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പോകാനുള്ളൊരു ബുദ്ധിമുട്ട്. എങ്കിൽ പോലും കുറേയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൈ ഒന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്യുക. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര പഴകിയ ഫർണിച്ചറുകൾ അതുപോലെ തന്നെ തടി കൊണ്ടുള്ള ഏത് ഐറ്റവും പെട്ടെന്ന് പുതുപുത്തനാവാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ സാധാരണ ഒത്തിരി പഴക്കം ചെന്ന തടി കൊണ്ടുള്ള ജനലുകൾ, വാതിലുകൾ, അതുപോലെ തന്നെ സ്റ്റെയർ കേസുകൾ, കതവുകൾ, ഇതെല്ലാം പെട്ടെന്ന് അതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ പുതുപുത്തനായിട്ടിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. വലിയ പൈസ ചിലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള 2 ഐറ്റംസ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് ഉജാലയാണ്. വെറും 10 രൂപ മാത്രം കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഉജാലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2-3 തുള്ളി ഉജാല നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 തുള്ളി ഉജാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സെയിം അളവിലോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലോ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, നല്ല തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. അപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫസ്റ്റ് കൊടുക്കാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാലും ഉജാല എന്ന് പറഞ്ഞാലും ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തുണിയിലേക്ക്, ഒരു കോട്ടൻ്റെ തുണി, നമുക്ക് വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് മാത്രം മതി. കുറച്ചുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി നമ്മുടെ ഐറ്റംസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരുപാട് വേണമെന്നൊന്നുമില്ല. കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടുമുക്കാലും എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ തുണി ഒന്ന് മുക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനൊന്ന് മുക്കി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഡോറാണ്. ഡോർ ഇവിടെ കുറച്ച് പഴകിയ ഒരു ഡോറാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, പുതിയതായിട്ടല്ല ഇരിക്കുന്നത്, കുറച്ച് പഴക്കം ചെന്നാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു തുണി വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഇപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയും ഉജാലയും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു മിശ്രിതം ഇവിടെ ജനലിൽ ഞാനിവിടെ ഇവിടെ ഡോറിൽ ഞാനിവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പം തന്നെ ആ ഒരു കളർ, ആ ഒരു പഴയ കളറും ആ ഒരു പുതിയ കളറും കൂടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ പൊടി, അഴുക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടും നമുക്ക്. പിന്നെ ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെയറാണ് എടുത്തിരിക്കുന്നത്. ചെയറിൽ ഞാൻ ഇത് വീണ്ടും ഒന്നുകൂടെ ആ ഒരു മിശ്രിതത്തിലേക്ക് മുക്കിയതിന്, ആ ഒരു സൊല്യൂഷനിലേക്ക് മുക്കിയതിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മളൊന്ന് പോളിഷ് ചെയ്ത് എടുക്കുന്ന ആ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് പഴയ കട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ പോളിഷ് ചെയ്തെടുക്കുന്നതിന് പകരം ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പുതുപുത്തനായിട്ടിരിക്കുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതാ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു പിടിച്ച് നമ്മൾ കയറുന്നതാണ്. കണ്ടില്ലേ, പുതുപുത്തനായിട്ടുണ്ട്. നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴയ ഫർണിച്ചർ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ലൊരു പോളിഷ് ചെയ്ത ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൈസ ചിലവൊന്നുമില്ലാതെ വീട്ടിലുള്ള 2 ഐറ്റംസ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് ഞാനൊരു പഴയ ഫർണിച്ചർ ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ എത്ര പഴകിയ ഫർണിച്ചറും നമുക്ക് പുതുപുത്തനാക്കി ഒരു പോളിഷ് ചെയ്ത റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. നമ്മുടെ വീട്ടിലുള്ള 2 ഐറ്റംസ് വെച്ചിട്ട് നമുക്കത് തയ്യാറാക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെറും 10 രൂപ മാത്രമുള്ള ഉജാലയാണ്. അപ്പോൾ സെയിം അളവിൽ തന്നെ ഉജാല 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ 2-3 ഡ്രോപ്സ് നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഉജാല എടുക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സെയിം അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ ഉജാലയും കൂടി എടുത്തതിന് ശേഷം രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളുടെ എത്ര പഴകിയ ഫർണിച്ചർ നിങ്ങൾക്ക് പുതുപുത്തനാക്കാൻ പറ്റും. ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഫർണിച്ചറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതേ ഉള്ളൂ. നിങ്ങളെ വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ ക്ലീൻ ചെയ്തൊന്ന് കാണിക്കാം.
ഇപ്പോൾ ഞാനിവിടെ കിച്ചണിലുള്ള ഒരു അലമാരിയാണ് എടുത്തിരിക്കുന്നത്. അലമാരി ഇപ്പം അത് നിങ്ങളെ ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കാം. അലമാരിയുടെ പഴയ കളറും ഇപ്പോൾ ഒരു പുതിയ കളറും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അത് തന്നെയല്ല, നമുക്ക് ഒരു പോളിഷ് ചെയ്ത ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ എത്ര പഴകിയ കട്ടിലെ, ടേബിള്, അതുപോലെ തന്നെ ഡൈനിങ് ടേബിള്, കസേര, അങ്ങനെ എന്തുണ്ടെങ്കിലും, ഡോറ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ പുതുപുത്തനാക്കി ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ് ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ഫർണിച്ചർ ഒന്നുമല്ല, നമ്മുടെ കിച്ചൺ സിങ്ക്, അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങൾ, എത്ര കരി പിടിച്ചതും എണ്ണ പിടിച്ചതും അഴുക്ക് പിടിച്ചതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ നമ്മൾ ഡിഷ് വാഷ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഡിഷ് വാഷ് മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോഴൊന്നും നമുക്ക് അത്ര നല്ല റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. എത്ര പഴകിയ അഴുക്കും നമുക്ക് പെട്ടെന്ന് കറയും ഒക്കെ ഇളക്കി കളയാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് വിനാഗിരിയാണ്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വിനാഗിരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനാഗിരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പെന്ന് പറഞ്ഞാൽ അണുക്കൾ നശിക്കാനും ക്ലീനിങ്ങിനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേറൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കോഫി പൗഡറാണ്. നമുക്ക് ഒരു പാക്കറ്റ് കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അത് 1 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഫി പൗഡർ എന്ന് പറഞ്ഞാലും അണുക്കൾ നശിക്കാനും ക്ലീനിങ്ങിനും ഒക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടെ എടുത്തിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്, അളവ് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ ഏത് ഡിഷ് വാഷാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 2-3 തുള്ളി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 2-3 തുള്ളി മാത്രമായിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സ്പ്രേ ബോട്ടിലാക്കുന്നില്ല, ഡയറക്റ്റ് തന്നെ ഞാനിതങ്ങ് യൂസ് ചെയ്യുവാണ്. ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത്. അതല്ല, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി 2-3 ദിവസമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇനി ഫസ്റ്റിൽ നിങ്ങളെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. ഫസ്റ്റിൽ ഞാനിവിടെ ഒരു തവയാണ് എടുത്തിരിക്കുന്നത്, നോൺ സ്റ്റിക്കിൻ്റെയാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ കുറേ ദിവസമൊക്കെ ഗ്യാസിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയില്ലെങ്കിൽ ഇതേപോലൊക്കെ കരി പിടിച്ച് ഇങ്ങനെ ഇരിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണെന്നൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. ഫസ്റ്റിൽ ഞാൻ ആ ഒരു സൊല്യൂഷൻ നമ്മൾ കലക്കി വെച്ചല്ലോ, അത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റിൽ. അപ്പോൾ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴിയുക. അപ്പോൾ ഞാനൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ച് കഴുകി കാണിക്കാം. അപ്പോൾ ഞാനൊന്ന് തേച്ച് കഴുകിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കഴുകി നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതുപോലെ എത്ര അഴുക്കും പിടിച്ച പാത്രങ്ങളാണെങ്കിലും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കഴുകി കളയാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് കാണിക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സിങ്ക് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും നമ്മൾ ഡെയിലി പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ പെട്ടെന്നാണ് വൃത്തിയില്ലാതാവുന്നതും, അതുപോലെ പെട്ടെന്ന് കറി അഴുക്കുമൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. പെട്ടെന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒത്തിരി ഹാർഡായിട്ടൊന്നും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അതുപോലെ തന്നെ ഈ കോഫി പൗഡറിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് കാരണം പല്ലി, പാറ്റ, ഉറുമ്പ് അങ്ങനെയുള്ള യാതൊന്നും തന്നെ ഈ ഒരു സിങ്കിനകത്ത് വരത്തില്ല. ഈ ഒരു കോഫി പൗഡറിൻ്റെ മണം, അതുപോലൊക്കെ തന്നെ നമ്മൾ മീനും ഇറച്ചിയൊക്കെ ചിക്കനും ഒക്കെ നമ്മൾ ഇതുപോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ സിങ്കിലൊക്കെ ഇതുപോലെ കഴുകിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നിങ്ങൾ കഴുകി കഴിഞ്ഞാൽ ആ ഒരു ചിക്കൻ്റെയും മീനിൻ്റെയും ഒക്കെ ആ ഒരു സ്മെല്ലും ഒക്കെ പോയി കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ
ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാ ഇപ്പം തന്നെ കണ്ടില്ലേ, സിങ്കൊക്കെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി, സിങ്കൊക്കെ ക്ലീനായിട്ട് കിട്ടും. അപ്പം സിങ്കൊക്കെ ഇതുപോലെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്യുക. അതുപോലെ കരി പിടിച്ച പാത്രങ്ങൾ. അപ്പോൾ അതാ കാണാമല്ലോ, സിങ്ക് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ സെറാമിക് പാത്രങ്ങൾ, കപ്പുകൾ, അതുപോലെ സ്റ്റീൽ പാത്രങ്ങൾ, ഇതുപോലെയുള്ള പ്ലേറ്റുകൾ, നമ്മുടെ ഇതുപോലെയുള്ള ആ ഒരു പൈപ്പിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ക്ലീനായി കിട്ടും. ഇതാ കണ്ടില്ലേ, ഞാനിവിടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകി നല്ല പുത്തനായിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം നിങ്ങൾ ഇതുപോലത്തെ എല്ലാം ഒന്ന് ട്രൈ ചെയ്യുക. ഇതാ കണ്ടില്ലേ, അതുപോലെ തന്നെ ഈ ഒരു കപ്പും ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് കാണിക്കാം. അടിപൊളിയായിട്ട് നമുക്ക് വെളുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ജാറുകളെ, ഇതുപോലത്തെ ഗ്ലാസ്സുകളെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല നമുക്ക് ഞാനിപ്പോൾ ക്ലീൻ ചെയ്താണ്, തേച്ച് കഴുകി ഇവിടെ വെച്ചിരുന്നതാണ്. പുത്തനാക്കി കിട്ടും. അതുപോലെ തന്നെ ആ ഒരു കോഫി പൗഡറിൻ്റെ മണം, കാരണം നമ്മുടെ അച്ചാറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചാറുകളൊക്കെ കഴുകുന്നുണ്ടെങ്കിൽ ആ ഒരു കോഫി പൗഡറൂടെ മിക്സ് ചെയ്തേക്കുന്നത് കാരണം ആ ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ടാവില്ല. ആ സ്മെല്ലൊക്കെ പോയി പുത്തനായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.